ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് BV380 എന്ന കോഴിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ, അതായത് മുട്ടക്കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരിനം കോഴിയാണ് BV380. BV380 എന്ന് പറയുന്നത് വെങ്കടേശ്വര ഹാച്ചറിയുടെ ഒരു പ്രൊഡക്റ്റാണ്. വർഷത്തിൽ 320 മുട്ട ലഭിക്കുന്ന ഒരിനം കോഴിയാണ് ഈ BV380 എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന കോഴികളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന കോഴി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ഇപ്പോൾ കുറെ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന ഒരു കോഴിയാണ്. അപ്പൊ ഇതിന് ചില പോരായ്മകളും അതിലുപരി ചില ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് BV380 എന്ന് പറയുന്ന കോഴി മാസത്തിൽ ഒരു 26 മുട്ട ലഭിക്കുന്ന ഒരു ഇനം കോഴിയാണ്. അതൊരു മാസം നമ്മൾ കറക്റ്റായിട്ട് തീറ്റയെ കൊടുക്കുകയാണെങ്കിൽ 26 മുട്ട വെച്ച് നമുക്ക് ഈ കോഴി തരും. അതായത് വർഷത്തിൽ അവർ പറയുന്ന 320 മുട്ട വെച്ചാണെങ്കിൽ 27ഒക്കെയാണ് ആവറേജ് വരിക. അതൊക്കെ പോട്ടെ, ഒരു മുട്ടയൊക്കെ നമുക്ക് തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് കുറവായിട്ട് ലഭിക്കും. 26 മുട്ട മസ്റ്റായിട്ട് നമുക്കതിൽ കിട്ടും. പിന്നെ ഈ BV380 വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു കോഴിയല്ല. നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന ഒരിനം കോഴിയാണ് BV380. നമ്മൾ ഗ്രാമശ്രീ കോഴിയെ പോലെ അല്ലെങ്കിൽ കൈരളി കോഴികളെ പോലെയൊക്കെ ഇതൊക്കെ മുട്ടക്കോഴികളാണല്ലോ. ഇവരെയൊക്കെ നമുക്ക് പുറത്ത് അഴിച്ചുവിട്ട് വളർത്തിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ BV380 കോഴിയെ കേജ് സിസ്റ്റത്തിൽ തന്നെ വളർത്തണം. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള തീറ്റകൾ തന്നെ അവർക്ക് കൊടുത്താലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള മുട്ട കിട്ടുള്ളൂ. ഈ പറയുന്ന രീതിയിലുള്ള മുട്ട കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ലാഭകരമാക്കാനും പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിന്റെ മാർക്കറ്റിംഗിൽ, അതായത് കുഞ്ഞുങ്ങളെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ ഇതിന്റെ ഡീറ്റെയിലിനെ കുറിച്ച് അന്വേഷിക്കാതെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട്. എന്താണ് ഈ അബദ്ധം എന്ന് ചോദിച്ചാൽ, കുറെ ഫേക്ക് ആയിട്ടുള്ള ഏജന്റുകളുണ്ട്. BV380 കുഞ്ഞുങ്ങൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഏജന്റുകൾ. എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ, നല്ല ഏജൻസികളുണ്ട്. അതായത് ഫേക്ക് ആയിട്ടെന്നുള്ള പറയാനുള്ള കാരണം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെങ്കടേശ്വരയുടെ പ്രൊഡക്റ്റാണ്. അവർക്ക് മാത്രമേ ഇത് വിപണനം ചെയ്യാനുള്ള അവകാശമുള്ളൂ. നമ്മൾ ഇതിന്റെ പൂവനും പെടയും ക്രോസ് ചെയ്യിച്ച് മുട്ട വിരിയിച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ BV380 കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ളതാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏജൻസികളൊക്കെ വിശ്വസ്തമായിട്ടുള്ള ഏജൻസികൾ ഉണ്ടെന്ന് പറയുന്നത് അത് വെങ്കടേശ്വരിൽ നിന്ന് ഡയറക്റ്റ് പോയി അവരുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അവരുടെ അടുത്ത് പോയി അവരുടെ അനുമതിയോടെ തന്നെ അവരുടെ മുട്ട, അതായത് അവിടുത്തെ പാരന്റ് സ്റ്റോക്കിൽ നിർമ്മിക്കുന്ന മുട്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഹാച്ചറികളിൽ വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ജെന്യുവിൻ ടീമുകളാണ്. പക്ഷെ ഞാൻ ഈ കുറച്ച് ഫേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇതേപോലുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞുള്ള ആളുകളിൽ നിന്ന് കോഴികളെ വാങ്ങി ആ കോഴികളെ നമ്മുടെ അതിന്റെ തന്നെ പൂവന്മാരെ കിട്ടും, BV380 പൂവന്മാരെ കിട്ടും. ആ പൂവന്മാരെ വെച്ച് ക്രോസ് ചെയ്യിച്ച് ആ കുഞ്ഞുങ്ങളെ ഇത് BV380 കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും നമുക്ക് ആ ഒറിജിനൽ BV380 ഗുണം അതിൽ നിന്ന് കിട്ടില്ല. ഒരിക്കലും നമുക്കൊരു 320 മുട്ട ആ കോഴിയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം ഇത് വെങ്കടേശ്വര ഹാച്ചറി അവര് ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷമിക്കണം, പനിയാണ്, ചുമയാണ്, അതാണ് ശബ്ദത്തിന് മാറ്റം, തൊണ്ട ഇടറുന്നതൊക്കെ. അതായത് വെങ്കടേശ്വര ഹാച്ചറിയുടെ ഒരുപാട് നാളത്തെ
ശ്രമത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കോഴിയാണ് BV380 എന്ന് പറയുന്നത്. 20ൽ കൂടുതൽ ഇനങ്ങളിൽ പെടുന്ന കോഴികളെ ക്രോസ് ചെയ്യിച്ചിട്ടാണ് BV380 കോഴിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ഡീറ്റെയിൽസ് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല അതിനെക്കുറിച്ചുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമാണ് അതിന്റെ വിപണന അവകാശമുള്ളത്. പിന്നെ അവരുടെ സമ്മതത്തോടു കൂടെ അവരുടെ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് അവരുടെ സമ്മതത്തോടു കൂടെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കുന്ന ഒരുപാട് നല്ല ഏജൻസികൾ ഉണ്ട്. പിന്നെ BV380 കോഴികളെ വാങ്ങാൻ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോഴിയുടെ നിറം, തൂവലിന്റെ നിറം ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ അതിന്റെ മുട്ടയ്ക്കും ബ്രൗൺ കളർ തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ ബ്രൗൺ കളറുള്ള കോഴികളും BV380 അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മള് വാങ്ങാൻ പോകുന്ന ഏജൻസിയുടെ കയ്യിൽ നിന്ന് വെങ്കടേശ്വരയുടെ പേപ്പറുകളോ അല്ലെങ്കിൽ അവരുടെ സമ്മതപത്രമോ ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചതിയിൽപ്പെടാതെ കോഴികളെ വാങ്ങാൻ പറ്റും. പിന്നെ ഇതിന് തീറ്റ കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന് കൊടുക്കേണ്ടത് ചെറിയ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ പല ഏജൻസികളും നേരിട്ട് വെങ്കടേശ്വരയിൽ നിന്ന് എടുത്ത് ഇറക്കി കൊടുക്കുന്നുണ്ട്. മുട്ട കൊടുന്ന് വിരിച്ച് കൊടുക്കുന്ന ആളുകളെന്നൊക്കെ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യണം. അതൊക്കെ അറിയുന്ന കേസാണല്ലോ. ബ്രൂഡറൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് എന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അല്ലാതെ തന്നെയും ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പോ തീറ്റയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളൊരു 1.5 മാസത്തോളം ഇവർക്ക് കൊടുക്കേണ്ട തീറ്റ സ്റ്റാർട്ടർ തീറ്റയാണ്. ലെയർ സ്റ്റാർട്ടർ ക്രംബിൾ എന്ന് പറയുന്ന തീറ്റയാണ് ഈ കോഴികൾക്ക് ഒരു 1.5 മാസത്തോളം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇവർക്ക് ഗ്രോവർ എന്ന് പറയുന്ന തീറ്റ വരും. ആ തീറ്റയാണ് മുട്ട ഇടുന്നത് വരെ നമുക്ക് ഈ BV380 കോഴികൾ കൊടുക്കേണ്ടത്. മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ലെയർ മെഷ് എന്ന് പറയുന്ന ഒരു തീറ്റയുണ്ട്. മുട്ടക്കോഴികൾക്ക് മാത്രമായിട്ട് വരുന്ന ലെയർ മെഷ്. ആ തീറ്റ നമുക്കിത് കൊടുക്കാം. അല്ലാതെ BV380കൾക്ക് നമുക്ക് അരിയോ ചോറോ ഗോതമ്പോ ഒന്നും കൊടുത്താലും ഈ പറയുന്ന മുട്ട കിട്ടില്ല കേട്ടോ. കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ തീറ്റകൾ തന്നെ കൊടുക്കണം. എന്നാലാണ് അവര് പറയുന്ന 320 മുട്ട വർഷത്തിലുള്ളത് ലഭിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വാങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5.5 മാസം 5 മാസം ആകുമ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങും. ആ സമയത്ത് കമ്പനി തന്നെ പറയുന്നത് 1,700 അതായത് 1 കിലോ 700 ഗ്രാം വരെയാണ് ഇതിന്റെ മാക്സിമം തൂക്കം വരുള്ളൂ. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 2 കിലോ 2.5 കിലോ ഒക്കെ വരുന്ന കോഴികളെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് കാണുമ്പോൾ നല്ല ഉഷാറാണ്, നല്ല വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഇവിടെ വന്നാലും മുട്ടയിട്ട് കൊള്ളുന്നില്ല. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ കോഴികൾക്ക് ഫിനിഷർ തീറ്റ, അതായത് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന ഫിനിഷർ തീറ്റ കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ടുള്ള കോഴികളാണ്. അതായത് കാണാനുള്ള എടുപ്പിന് വേണ്ടി ഫിനിഷർ തീറ്റ കൊടുത്ത് അവർക്ക് നെയ് കെട്ടിയിട്ടുള്ള കോഴികളാണ് അത്തരം വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന കോഴികൾ. നമ്മൾ കാണുമ്പോൾ ഇത് നല്ല വലിപ്പമുണ്ട്, അപ്പൊ ഇതിനെ വാങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് കൂടുതലുള്ള കോഴികളെ ഒരിക്കലും വാങ്ങരുത്. കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു 1,700 അതാണ് അവരുടെ കണക്ക്. വെങ്കടേശ്വരയുടെ കണക്ക് BV380ക്ക് വരുന്ന തൂക്കം 1,700. അതിൽ കൂടുതലുള്ള കോഴികൾക്ക് നെയ് കെട്ടിയിട്ടുണ്ടാവുമെന്നാണ് അവർ പറയുന്നത്, മുട്ടയിടുന്ന പ്രായത്തിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നത് എന്താ വെച്ചാല് ഈ BV380 എന്ന പേര് പോലെ തന്നെ അത് 380 മുട്ട, ഒരു കോഴിയിൽ നിന്ന് 380 മുട്ട വരെ നമുക്ക് ലഭിക്കുന്ന സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ട കിട്ടി വരും. 380 മുട്ട കഴിഞ്ഞാൽ, അതായത് ഒരു ആവറേജ് കേട്ടോ, 380 385 മുട്ടകൾ കഴിഞ്ഞാൽ പിന്നെ മുട്ട ഇടുന്നതിന്റെ അളവ് കുറയും. മുട്ട ഇടും, പക്ഷെ മുട്ട ഇടുന്നതിന്റെ അളവ് കുറയും. അപ്പൊ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ 380 മുട്ടയൊക്കെ നമുക്ക് ഏകദേശം കിട്ടിയെന്ന് തോന്നുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിനെ ഇറച്ചി വിലയ്ക്ക് വിൽക്കാം. ഇറച്ചി വിലയ്ക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫിനിഷറൊക്കെ കൊടുത്ത് കുറച്ച് തൂക്കൊക്കെ കൂട്ടി നമുക്ക് അതിനെ കൊടുക്കാം. ഈ 350 മുട്ട കിട്ടിയതിന് ശേഷം നമ്മൾ ഈ BV380 വളർത്തുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒന്നല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന്റെ മുട്ട മാർക്കറ്റിംഗ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഏരിയകളിൽ ഇതിന്റെ മുട്ട കടകളിൽ സെയിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ BV380 കോഴികളെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എങ്ങനെ പോയാലും നമുക്ക് ഒരു മുട്ടയിൽ നിന്ന് 1.5 രൂപ മാക്സിമം, എത്ര ചവിട്ടി പിടിച്ചാൽ മാക്സിമം 2 രൂപയിൽ കൂടുതൽ ഇതിന് ലാഭം ലഭിക്കില്ല. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ BV380 കോഴിയെ വളർത്തുന്നതിലേക്ക്
ഇറങ്ങുക. പിന്നെ എനിക്കിതിൽ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഒറിജിനൽ BV380 വെങ്കടേശ്വര ഹാച്ചിൽ നിന്ന് എടുത്ത് വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ സ്ഥലവും മൊബൈൽ നമ്പറും ഒന്ന് കമന്റ് ചെയ്താൽ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴിയെ വാങ്ങാനുള്ളൊരു സൗകര്യം ലഭിക്കും. പിന്നെ വാങ്ങാൻ പോകുന്ന ആളുകളോടും നിങ്ങൾ അവിടെ പോയി ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാങ്ങുക. എന്റെ വീഡിയോയ്ക്ക് താഴെ കണ്ട നമ്പറാണ് എന്ന് കരുതി നിങ്ങൾ പോയി നിങ്ങൾ ചതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും ഉത്തരവാദിയായിരിക്കില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി നല്ലതാണ് അല്ലെങ്കിൽ ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളത് വാങ്ങുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.